Hey guys! Welcome to another brand new episode of Storyteller. വായിക്കാൻ സമയമില്ലെന്ന് പറയുന്നവർ ബുദ്ധിപരമായി ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് ഏതോ ഒരു മഹാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആരും ബുദ്ധിപരമായി ആത്മഹത്യ ചെയ്തിട്ടില്ല. അതന്നെ, ആരും അങ്ങനെ ആത്മഹത്യ ചെയ്യാതിരിക്കുക. എല്ലാവരും സമയം കിട്ടുമ്പോൾ പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. അപ്പം ഇതുവരെയുള്ള ഞങ്ങളുടെ വ്യൂവേഴ്സ് ഒക്കെ നല്ല റിവ്യൂസ് ആണ് തന്നിരിക്കുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ട് എല്ലാവരും ബുക്ക് മാർക്സ് ഒക്കെ ഉണ്ടാക്കിയെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സ്റ്റോറി ടെല്ലേഴ്സ്, അതായത് ഞങ്ങൾ രണ്ടുപേരും യൂഷ്വലി ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞങ്ങൾക്ക് എവിടെ നിന്ന് ഇത്രമാത്രം ബുക്സ് കിട്ടുന്നു, ഇത് മുഴുവൻ പബ്ലിക് ലൈബ്രറീസ് എടുത്താണോ, ആരെങ്കിലും കയ്യിൽ നിന്ന് ബോറോ ചെയ്താണോ? ഇതാണ് ഞങ്ങൾ യൂഷ്വലി ഫേസ് ചെയ്യുന്നത്. ബുക്സ് ഒക്കെ എവിടെ കൊണ്ടേ വെക്കുന്നു, ആർക്കെങ്കിലും കൊടുക്കാറുണ്ടോ എന്നൊക്കെയാണ് എല്ലാവരുടെയും സംശയം. സോ ഇതിനൊക്കെയുള്ള ഒരു ആൻസർ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. We welcome you all to our home library. പേഴ്സണൽ കളക്ഷൻ ഓഫ് ബുക്സ്. ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല, കാരണം കുറച്ച് ബുക്സ് ഞാൻ വായിക്കാനായിട്ട് സെലക്ട് ചെയ്തിട്ട് എന്റെ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. കുറച്ച് ഞാൻ എടുത്ത് എന്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് കുറച്ച് ഫ്രണ്ട്സ് ആയിരിക്കും എടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട്. ആക്ച്വലി ഇതിപ്പം നമ്മള് ചിന്നൂസിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ചിന്നൂസ് പേഴ്സണൽ കളക്ഷൻ ട്ടോ. അതെ, ഇത് ഞങ്ങൾ മാത്രം മേടിച്ചതല്ല, ചിന്നൂസിന്റെ ഫാദറും അങ്കിളൊക്കെ അങ്ങനെ എല്ലാവരും പാരമ്പര്യമായിട്ട് കൈമാറി വന്നിരിക്കുന്ന സാധനങ്ങളാണ്. ഇപ്പൊ ഞങ്ങളായിട്ട് മേടിക്കുന്നതും എല്ലാം സൂക്ഷിക്കുന്നത് എവിടെയാണ്. സോ ഞങ്ങൾക്ക് വായിക്കണം തോന്നുമ്പോൾ ഓടി വന്നിട്ട് ഇതിനകത്ത് കൈട്ട് വാരി. ഇതെല്ലാം ഇതുവരെ ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടില്ല. ചിന്നൂസ് എല്ലാം വായിച്ചു, എല്ലാം വായിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് ഈ കളക്ഷൻ. ഞങ്ങൾ ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യേണ്ട ബുക്സ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ഇനിയിപ്പോ എടുത്ത് വലിച്ചിട്ടിട്ട് നല്ല പൊടി ഉണ്ടാവും. എന്നാലും ഞങ്ങൾ എടുത്ത് വലിച്ചിട്ട് ഞങ്ങൾ വായിച്ച ബുക്സ് ഏതൊക്കെയാണെന്ന് കാണിച്ചു തന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുതരാം. ഇനി വായിക്കാനുള്ള ബുക്സ്, പിന്നെ ഇതിനിടയ്ക്ക് ഞങ്ങൾ വായിക്കാത്ത ഇനി ഏതൊക്കെ ബുക്സ് ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കണം. ആക്ച്വലി ഇതിന്ന് ട്രഷർ ഹണ്ട് മാതിരിയാണ്. ഈ ഫ്രണ്ടിലിരിക്കുന്ന സെക്ഷൻ മാത്രമേ ഞങ്ങൾ ഇതുവരെ ഇതിന്റെ ബാക്കിലേക്കൊക്കെ ഇനിയും ബുക്സ് ഉണ്ട്. എക്സ്പ്ലോർ ചെയ്ത് പോവാനുള്ളത് ഈ സെയിം തന്നെയാണ്. മോളത്തെ തട്ടിലും രണ്ട് സെക്ഷൻ സെക്ഷൻ ആണ്. സോ ഇത് മുഴുവൻ ഇനി എടുക്കണം. എന്നിട്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ പേഴ്സണൽ കളക്ഷൻ ഓഫ് ബുക്സ്. ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ ഇത് കംപ്ലീറ്റഡ് വേർഷൻ അല്ല, മിസ്സിംഗ് അല്ല. അവിടെ നിങ്ങൾ ആ ഷെൽഫിൽ കണ്ട ബുക്സും കംപ്ലീറ്റ് ചെയ്യാൻ ഇങ്ങോട്ട് എടുത്തിട്ടില്ല. കാരണം അതിൽ ചിലത് എൻസൈക്ലോപീഡിയ ആൻഡ് ഡിക്ഷണറി പിന്നെ ബൈബിൾ അങ്ങനെയുള്ള ബുക്സ് ഒക്കെ, അതുകൊണ്ട് അതൊന്നും എടുക്കണ്ടല്ലോ. ഞങ്ങളിപ്പോ മെയിൻ എടുത്തേക്കുന്നത് ഫിക്ഷൻ നോൺ ഫിക്ഷൻ കാറ്റഗറിയിലുള്ള സംഭവങ്ങളൊക്കെ. ഇതിപ്പോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഫുൾ ഞങ്ങള് കംപ്ലീറ്റ്ലി റീഡഡ് ബുക്സ് ആണെന്ന്. ഞങ്ങൾ ചരലിന് വേണ്ടി എടുത്തപ്പോ ആദ്യമായിട്ട് കാണുന്ന കുറെ ബുക്സ് ഉണ്ട്. ബട്ട് എന്താ വെച്ചാല് ഇത് മുഴുവൻ ഒറ്റയടിക്ക് വായിച്ചു തീർക്കാൻ പറ്റുന്നതല്ല. എന്തായാലും ഞങ്ങളിത് വായിക്കും എന്നുള്ളത് വായിക്കും. ഇതിപ്പോ ഈ ചാനൽ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ എടുത്തോണ്ട് കുറെ ബുക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ മേടിക്കാൻ കുറച്ച് സാധനങ്ങൾ ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് പൊടി അടിച്ചിട്ടുണ്ട്. എപ്പോ വേണേലും തുമ്മല് പ്രതീക്ഷിക്കാം. അപ്പൊ ഞങ്ങൾ ഇനി ബുക്സ് പരിചയപ്പെടുത്തി തുടങ്ങാം. ഞങ്ങളുടെ ഉള്ളതൊക്കെ നിങ്ങളുടെ ഉള്ളതുണ്ടാവും, ഇല്ലാത്തതുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുള്ളതും കേൾക്കാത്തതും, ഈ പറഞ്ഞ ഞങ്ങൾ കേട്ടതും കേൾക്കാത്തതുമായ ബുക്സ് ഒക്കെ ഉണ്ട്, ഓതേഴ്സ് ഉണ്ട്. ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോന്നും പരിചയപ്പെടുന്നത്. സോ നമുക്ക് അതിലേക്ക് പോകാം. ചേട്ടൻ സ്റ്റാർട്ട് ചെയ്തോളൂ. യെസ്, ഫസ്റ്റ് ഇപ്പോൾ കയ്യിൽ കിട്ടിയൊരു പുസ്തകമാണിത്. പക്ഷെ ഇതെനിക്ക് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ബിക്കോസ് 10th ഞാൻ തോന്നുന്നു എനിക്കിത് പഠിക്കാനുണ്ടായിരുന്നു. CBSE മലയാളത്തിലുള്ളൊരു ബുക്കായിരുന്നു ഇത്. വഴികൾ വ്യക്തികൾ ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രന്റെ ഒരു ട്രാവലോഗാണ് ഈ ബുക്ക്. ആള് നോർത്ത് ഇന്ത്യയിൽ കൂടെ നടത്തിയിരിക്കുന്ന യാത്രകളുടെ ഒരു നോർത്ത് ഇന്ത്യ, നേപ്പാൾ ആ ഒരു ബോർഡറിലൊക്കെ ആയിട്ട്. ഇതിലെ എല്ലാ ചാപ്റ്റേഴ്സും നല്ല രസമായിരുന്നു. കുറെ അയാൾ പോയിരിക്കുന്ന വഴികൾ, കണ്ടിരിക്കുന്ന വ്യക്തികൾ, ഇതൊക്കെ നല്ല രീതിയിൽ വിവരിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലായി ആ ചിത്രങ്ങളൊക്കെ പകർന്നു തരുന്നുണ്ട്. സോ ഇതാണ് അതിനകത്തുള്ള ഒരു ബുക്ക്, വഴികൾ വ്യക്തികൾ ഓർമ്മകൾ, രവീന്ദ്രന്റെ. എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് സോളമൻ നോർത്തപ്പിന്റെ ഒരു ബുക്കാണ്, 12 Years of a Slave, അല്ലെങ്കിൽ ഒരു അടിമയുടെ 12 വർഷങ്ങൾ. ഇതൊരു ഫിലിമൊക്കെ ആയി മാറിയിട്ടുണ്ട് ഈ ബുക്ക്. 3 ഓസ്കാർ അവാർഡൊക്കെ നേടിയത്. ഇതിൽ പറയുന്നത് ഒരു കറുത്ത വർഗക്കാരന്റെ ജയിൽവാസം, അതായത് അയാളെ ഒരു അടിമയായി 12 വർഷത്തോളം അയാൾ അനുഭവിച്ച കാര്യങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും പറയുന്ന ഒരു ബുക്കാണ്.
ഞാൻ വായിച്ചിട്ടുണ്ട്, കരഞ്ഞു പോയ ഒരു ബുക്കാണ്. അക്കൂട്ടൻ വായിച്ചിട്ടുണ്ടോ? ഞാനത് വായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ രണ്ടുപേരും വായിച്ച മറ്റൊരു ബുക്കും കൂടെയാണിത്. സോ ഇതും മാറ്റി വെക്കാണ്. ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ്, ബെന്യാമിന്റെ മഞ്ഞവെയിൽ മരണങ്ങൾ. ഇത് വല്ലാത്തൊരു നോവലാട്ടോ. ഇത് ഞാനാണ് ചിന്നൂസിന് റെക്കമെൻഡ് ചെയ്തത്. അങ്ങനെയാണ് ചിന്നൂസിന്റെ ഒരു ബുക്ക് വന്നത്. ഇത് ഒരു രക്ഷയില്ലാത്ത ബുക്കായിപ്പോയി. ബിക്കോസ് ഫിക്ഷൻ ആണ്, പക്ഷെ ഇത് എഴുതിയിരിക്കുന്ന രീതി വായിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് വായിക്കണം. ബിക്കോസ് ഹൈലി റെക്കമെൻഡബിൾ ബുക്കാണത്. ഇത് വായിച്ചിരിക്കുന്ന എല്ലാരും പറയുന്ന ഒരു കാരണമാണ്, ഈ പുസ്തകം വായിച്ചു തുടങ്ങിയാൽ ആ ഫുൾ പുസ്തകം തീർക്കാതെ നമുക്ക് ആ പുസ്തകം മടക്കി വെക്കാൻ പറ്റില്ല. ഞാനത് എനിക്ക് പറഞ്ഞപ്പോ പോലും ഈ ഒരു ബുക്കിന്റെ ഇന്റൻസിറ്റി എനിക്ക് ഉള്ളിലേക്ക് വന്നിട്ടില്ല. പക്ഷെ ഇതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ, ദ വെരി ഫസ്റ്റ് ചാപ്റ്റർ വായിച്ചപ്പോ തൊട്ട് ഇത് വായിച്ച് തീർത്തിട്ട് ഇനി മറ്റേതും വായിക്കുള്ളൂ എന്നുള്ള ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ. എന്നാൽ ഈ നോവല് മൊത്തത്തിൽ വായിച്ചു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ കുറെ ചോദ്യങ്ങൾ നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ എന്നുള്ള ഒരു ഫീലാണ്. ബെന്യാമിൻ സാറിനെ കേരളത്തിൽ നേരിട്ട് കണ്ടപ്പോ വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ആൻഡ്രപ്പേറിന് എന്താണ് സംഭവിച്ചത്, ഇത് ഒറിജിനൽ ആയിട്ട് നടന്നിരിക്കുന്ന ഒരു സംഭവമാണ്, അതുകൊണ്ട് നിങ്ങൾ ഇത് വായിച്ചു നോക്കാം, അപ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ ആ ഒരു എഫക്ട്. ട്രൂ. കാരണം എന്താന്ന് വെച്ചാൽ ഒരു ഇതിന്റെ ലാസ്റ്റ് പേജിലെത്തുമ്പോ അയ്യോ തീർന്നോ എന്നൊരു തോട്ട് മനസ്സിലേക്ക്. അവർ ഓരോ ചാപ്റ്റേഴ്സും തീരുന്നിടത്ത് നമുക്ക് നിർത്താൻ തോന്നില്ല. ഇത് അതിന്റെ ബാക്കി അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ, ഞങ്ങളിത് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കണമെന്നില്ല. സോ ഇത് നിങ്ങൾ വായിക്കണം എന്ന് ഞങ്ങളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഈ പുസ്തകങ്ങളെ കുറിച്ചൊക്കെ പിന്നീട് ഞങ്ങൾ സംസാരിക്കുന്നതാണ്. ഇപ്പം ഇത് രണ്ടും ഞങ്ങൾ വായിച്ചിരിക്കുന്ന ബുക്കാണ്. ഇനിയൊരു ഭയങ്കര ആത്മബന്ധമുള്ളൊരു ബുക്കാണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത്. ആത്മബന്ധം ഉണ്ടെന്ന് പറയാൻ കാരണം രക്തബന്ധവും കൂടെ. എന്റെ അമ്മേന്റെ ഹോൺ ബ്രദർ, അതായത് ഞാൻ ജോൺ ചാച്ചൻ എന്ന് വിളിക്കുന്ന ശ്രീ ഓക്കെ ജോണിയുടെ ബുക്കാണിത്. കാവേരിയോടൊപ്പം എന്റെ യാത്രകൾ, നോൺ ഫിക്ഷൻ ആണ്. ജോൺ ചാച്ചൻ ഒരുപാട് നാളുകൾ യാത്ര ചെയ്തും എല്ലാം സ്വരുക്കൂട്ടിയ അനുഭവങ്ങളുടെയും ഓർമ്മകളുടെയും അടിസ്ഥാനത്തിൽ എഴുതിയ ഒരു ബുക്കാണ് കാവേരിയോടൊപ്പം എന്റെ യാത്രകൾ. എല്ലാ ഓതേഴ്സും നമുക്ക് സ്പെഷ്യലാണ്. ബട്ട് നമ്മുടെ ഫാമിലിന്ന് ചെറുപ്പം തൊട്ടേ കണ്ടു വളർന്ന ഒരു വ്യക്തിയുടെ ബുക്ക് എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി അത് ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. സോ ഇത് ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് സ്വന്തമാക്കി. ഞാൻ മേടിച്ചതല്ല കേട്ടോ, ഒബ്വിയസ്ലി ജോൺ ചാച്ചൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. സോ ഇതും ഒരു വല്ലാത്ത ഫീലിംഗ്, നൊസ്റ്റാൾജിയ, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അക്കുചേട്ടൻ വായിച്ചിട്ടില്ല, ബട്ട് അക്കുചേട്ടൻ വായിക്കും. അടുത്തത് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പ്രിയങ്കരിയായ കെ.ആർ. മീരയുടെ ഒരു നോവലാണ്, സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. ടു ബി ഫ്രാങ്ക്, ഈ നോവൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് കെ.ആർ. മീരയുടെ ഒട്ടുമിക്ക കഥകളും നോവലുകളും വായിച്ചിട്ടുള്ള ഞാൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മീരാ സാധു. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട 80 pages ആ ബുക്ക് ആകെ ഉള്ളൂ. പക്ഷെ അതിൽ പറയുന്ന കഥ വെരി ഗുഡ്. ഈ പുസ്തകങ്ങളെ കുറിച്ച് ഞങ്ങൾ പിന്നെ പറഞ്ഞുതരാം. ഇത് ചിന്നസ് വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങൾ വായിച്ച ബുക്കാണ്. സോ ദിസ് ഈസ് അടുത്തത് ഇനി വി.ആർ. സുധീഷിന്റെ ആത്മഗാനം. ഇത് ഞാൻ വായിച്ചിട്ടില്ല. ആക്ച്വലി ഇത് നോൺ ഫിക്ഷൻ ആണ്. നോൺ ഫിക്ഷൻ ബാക്കിൽ പറയുന്നുണ്ട്. സോ മേ ബി ഇതൊരു മെമ്മോയർ അല്ലെങ്കിൽ what is this? ഓക്കെ, ആത്മഗാനം. ആത്മഗാനം. അപ്പം ഒന്നെങ്കിൽ മെമ്മോയർ ആയിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ ബയോഗ്രഫി ആയിരിക്കാം. ചിന്നസ് വായിച്ചിട്ടുണ്ട്? ഇല്ല, ഞങ്ങൾ രണ്ടുപേരും വായിച്ചിട്ടില്ല. ഇതിനെ കുറിച്ച് ഞങ്ങൾ പിന്നെ പറഞ്ഞുതരാം, വായിക്കാനുള്ളതിന് കൂടെ വെക്കാം. ഇനി നെക്സ്റ്റ് ബുക്ക് നമ്മുടെ സ്വന്തം ജോൺസൺ മാഷിനെ കുറിച്ചുള്ള ബുക്കാണ്. നോൺ ഫിക്ഷൻ കാറ്റഗറിയിൽ വരുന്നതാണ്. മാഷിനെ കുറിച്ച്, മാഷിന്റെ കൂടെ വർക്ക് ചെയ്തവർക്കും മാഷിനെ അറിയാവുന്നവർക്കും എല്ലാം പറയാനുള്ള കാര്യങ്ങളും എല്ലാം ഓർമ്മയാണ്. അങ്ങനെയുള്ള ഒരു ബുക്കാണ്. പൊന്നുരുകും പൂക്കാലം, ജോൺസൺ ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ്. വായിച്ചിട്ട് ശരിക്കും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. സോ അക്കൂട്ടം വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു വ്യക്തി, നല്ലൊരു മ്യൂസീഷ്യനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു ബുക്കാണ്. സോ ഞാൻ വായിച്ചിട്ടുണ്ട്, നല്ലൊരു ബുക്കാണ്. അടുത്തതിന് എൻ്റെ ഇരിക്കുന്നത് N.P. മുഹമ്മദിന്റെ ഷോർട്ട് സ്റ്റോറീസ് അടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകമാണ്, രാത്രിയുടെ ചിറകുകൾ എന്ന് പറഞ്ഞിട്ട്. ഞാനത് വായിച്ചിട്ടില്ല, ഞാൻ വായിക്കാൻ ശ്രമിക്കും. ബിക്കോസ് ഷോർട്ട് സ്റ്റോറീസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഷോർട്ട് സ്റ്റോറീസ്. നമുക്ക് എഴുതാനും കുറെ
കിട്ടും ഷോർട്ട് സ്റ്റോറീസ് വായിക്കുന്നതെന്ന്. അപ്പൊ ഞാനിത് മാറ്റി വെക്കും എനിക്ക് വായിക്കാൻ വേണ്ടി. യെസ്. ഇപ്പോ റീസെന്റ് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഭയങ്കര സാറ്റിസ്ഫാക്ഷനോട് കൂടി വായിച്ചു തീർത്ത ഒരു ബുക്കാണ് നമ്മുടെ സ്വന്തം മാധവി അമ്മയുടെ ഒറ്റയടിപ്പാത. അയ്യോ, ഇത് ആമി അല്ലെങ്കിൽ മാധവിക്കുട്ടി അല്ലെങ്കിൽ കമല സുരയ്യ എന്ന് പറയുന്നത് ശരിക്കും ഒരു വികാരം തന്നെയാണ്. എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, അക്കൂട്ടന്റെ. അതെ, അയ്യോ, അത് 100% പേഴ്സണൽ ഫേവറേറ്റ് ആണ്. എത്ര ഇതിനിപ്പോ ഒരു 10 പ്രാവശ്യം വേണമെങ്കിലും വായിക്കാൻ പറ്റും, അത്രയ്ക്കും പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അത് മാധവിക്കുട്ടി അമ്മയുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അത് നോൺ ഫിക്ഷൻ സ്മരണകളാണ്, നോൺ ഫിക്ഷൻ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതും എല്ലാവർക്കും മാധവിക്കുട്ടി അമ്മയെ ഇഷ്ടമുള്ള എല്ലാവരും വായിച്ചിരിക്കാം. അവരുടെ കല്യാണത്തിന് ശേഷം, ഐ തിങ്ക് അവര് വിധവയായതിനു ശേഷമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിറ്റിസൈസ് ചെയ്യാനായിട്ട് ആരും വായിക്കണമെന്നില്ല. പിന്നെ മാധവിയമ്മയുടെ തന്നെ ഇംഗ്ലീഷ് പോയംസ് അടങ്ങിയിരിക്കുന്ന ബുക്കാണ് ഓൺലി ദ സോൾ നോ ഹൗ ടു സിംഗ് എന്ന് പറയുന്നത്. സെലക്ഷൻസ് ഫ്രം കമല ദാസ്. ഈ ബുക്ക് ഇതും എന്റെ ഫേവറേറ്റ് ആണ്. അവരുടെ ഇംഗ്ലീഷ് പോയംസ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് അക്കൂട്ടന്റെ ഫ്രണ്ടും അക്കൂട്ടൻ വഴി ഞാൻ ഫ്രണ്ടായ ശ്യാം സുന്ദർ പി ഹരിദാസിന്റെ ഒടുവിലത്തെ കിടപ്പുമുറി എന്ന് പറയുന്ന ബുക്കാണ്. ഇപ്പോഴത്തെ യങ് ജനറേഷൻ റൈറ്റേഴ്സിനും റീഡേഴ്സിനൊക്കെ ട്രൂലി ഒരു ഇൻസ്പിറേഷൻ ആവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ശ്യാമിന്റെ നെക്സ്റ്റ് ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്, കുമാർ തൊളിയിലെ ദുർഗാ പ്രതിമകൾ എന്ന് പറഞ്ഞിട്ട്. അത് ശ്യാം തന്നെ ഞങ്ങൾക്ക് അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രൂ. അപ്പം നമ്മുടെ യങ് ജനറേഷനിലുള്ളവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ശ്യാം എന്ന് പറയുന്നത്. ഇത്ര യങ് ഏജില് സ്വന്തമായി എഴുതിയ ഒരു ബുക്കൊക്കെ പബ്ലിഷ് ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്മോൾ കാര്യമല്ലല്ലോ. അടുത്തത് ഇനി ലിയോ ടോൾസ്റ്റോയ് എഴുതിയിരിക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ഇത് ഞാൻ വായിച്ചിട്ടില്ല, ബിക്കോസ് ദിസ് ഇസ് നോട്ട് മൈ ചാനൽ. അതുകൊണ്ടായിരിക്കാം. സോറി, ഞാൻ വായിച്ചിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും വായിച്ചിട്ടില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഇപ്പൊ പറയുന്നില്ല, ഞങ്ങൾ പിന്നീട് വായിച്ചിട്ട് പറഞ്ഞുതരാം. പിന്നെ നമ്മൾ അന്ന് അൺബോക്സ് ചെയ്ത ബുക്ക് ഞങ്ങൾ രണ്ടുപേരുടെയും ഫേവറേറ്റ്, പേഴ്സണൽ ഫേവറേറ്റ്, ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ഇതിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടോ ഓൾറെഡി. അതുപോലെ തന്നെയാണ് ഇപ്പൊ എന്റെ ഇരിക്കുന്ന ഞങ്ങളുടെ ടോട്ടൽ ചാനൽ. ഞങ്ങളുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇതിനെ കുറിച്ചായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഇതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. And what's next? Wuthering Heights. എല്ലാവർക്കും അറിയാമായിരിക്കും Wuthering Heights. Henry Browne Wuthering Heights എന്ന് പറയുന്ന നോവൽ ഇത് ഞങ്ങൾ രണ്ടുപേരും വായിച്ചിട്ടുണ്ട്. ബിക്കോസ് ബുക്കിന്റെ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, പഴയ ബുക്ക്. ഞങ്ങൾ ചെറുപ്പത്തിലെ വായിച്ച പുസ്തകം. എന്റെ ഡാഡി മേടിച്ച ബുക്സ് ആണ് അതൊക്കെ. ആൻഡ് നെക്സ്റ്റ് സുഭാഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഓഥർ എഴുതിയ ബുക്കാണ് സമുദ്രശില എന്ന് പറയുന്നത്. ആക്ച്വലി ഇതൊരു ഫിക്ഷൻ ആണ്. ആൻഡ് ഒബ്വിയസ്ലി നല്ലൊരു ബുക്കാണ്. ഈ ബുക്ക് വായിച്ചിട്ട് ഞാൻ ഈ ഓഥറിനോട് നേരിട്ട് ഇതിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ അഭിപ്രായം ആസ് എ റീഡർ ഞാൻ നേരിട്ട് ഈ ഓഥറിനോട് അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് ബുക്ക്. ഞാനിതിപ്പോൾ അമ്മേനോട് വായിക്കണം എന്ന് പറഞ്ഞാൽ അമ്മേൻ്റെ കയ്യിൽ എടുത്തു കൊടുത്തിരിക്കുന്ന ഒരു ബുക്കാണ്. സോ അതും നല്ലൊരു ബുക്കാണ്. ഇത് എല്ലാവർക്കും മലയാളികളായിട്ടുള്ള എല്ലാവരും ഈ ബുക്ക് അറിയത്തില്ല, അവരെയൊക്കെ ഓടിക്കണം. ബിക്കോസ് ഇന്ദുലേഖ ഓ ചന്തു മേനോൻ എഴുതിയിരിക്കുന്ന ഇന്ദുലേഖ എന്ന് പറഞ്ഞ പുസ്തകം. ഇതിന്റെ പ്രത്യേകത നിങ്ങൾ പറയണം. മലയാളത്തിലെ ഫസ്റ്റ് നോവലാണ് ഇന്ദുലേഖ എന്ന് പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും പഠിക്കാനുണ്ടായിരുന്നു. ഞങ്ങളുടെ ഹാപ്പിനെസ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പേഴ്സണൽ ലൈബ്രറിയിൽ അതുപോലെ ഒരു വാല്യുബിൾ ബുക്ക് ഉണ്ടെന്ന് പറയുന്നത്. അതെ, അത് ഈ എഡിഷൻ എന്ന് പറയുന്നത് വളരെ പഴയത്. എനിക്ക് തോന്നുന്നു ബേബി മേടിച്ച എന്റെ ഡാഡി മേടിച്ച ബുക്കാണ്. അടുത്തത് സോ അടുത്ത ബുക്സ് രണ്ടും ഒരേ ഓഥറിന്റെ തന്നെയാണ്. നമ്മുടെ ജോസഫ് അന്നംകുട്ടി ജോസിന്റെ ദൈവത്തിന്റെ ചാരന്മാരും ബറീഡ് തോട്ട്സും. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് ജോസഫ് അന്നംകുട്ടി ജോസിന്റെ മോട്ടിവേഷണൽ സ്പീച്ചസ് കേൾക്കാനും. അതുകൊണ്ട് തന്നെ അങ്ങനെ കേട്ട് അദ്ദേഹത്തിന്റെ ബുക്സ് വായിക്കാനും എനിക്കിഷ്ടമാണ്. അങ്ങനെ ഞാൻ എൻ്റെ പേഴ്സണൽ കളക്ഷൻസിലേക്ക് കൊണ്ടുവന്ന 2 ബുക്സാണ്. ആൻഡ് ഇത് ഞാൻ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ ഒരു സ്വന്തം ചേച്ചിക്ക് ഞാനിത് ഗിഫ്റ്റും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതും ഒരു പേഴ്സണൽ
ഫേവറേറ്റ്സിൽ വരുന്ന ഒരു ബുക്കാണ്. സോ ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്നത് സോണിയാഗാന്ധിയുടെ ബയോഗ്രഫിയാണ്. ഇത് എന്നെക്കുറിച്ച് എന്നെക്കാളും നന്നായിട്ട് പറയാൻ പറ്റുന്നത് ചീനൂസിനാണ്, ബിക്കോസ് ചീനൂസ് വായിച്ച പുസ്തകമാണ്. അയ്യോ, ഈ ദ റെഡ് സാരി ഞാൻ വായിച്ചിട്ടില്ലല്ലോ. ഒരൊറ്റ വാക്കിലൊന്നും പറഞ്ഞാൽ തീരില്ല ആ ബുക്കിനോടുള്ള ആ ഒരു ഇഷ്ടം. അപ്പൊ ഇതിനെ കുറിച്ച് ഞങ്ങളൊരു എപ്പിസോഡ് ചെയ്യും. അതെ, ഇതിനെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യുന്നതാണ്. പിന്നെ ദ നെക്സ്റ്റ് ബുക്ക്, ചാൾസ് ചാപ്ലിൻ, മൈ ഓട്ടോബയോഗ്രഫി. നമ്മുടെ എല്ലാം സ്വന്തമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാർലി ചാപ്ലിൻ. എൻ്റെ ആത്മകഥ, കരയാതെ ഒരു വായിച്ചു തീർക്കാൻ പറ്റാത്ത ഒരു ആത്മകഥ തന്നെയാണ് ചാർലി ചാപ്ലിൻ്റെത്. ഇത് ഞാൻ ആക്ച്വലി ജോൺ ചാച്ചിന്റെ അടുത്തുനിന്ന് എടുത്തോണ്ട് വന്ന ബുക്കാണ്. അതെ, അടിച്ചു മാറ്റിയ ബുക്കാണ്. ജോൺ ചാച്ചിന് ഞാൻ തിരിച്ചു കൊടുക്കും. ഒരു പ്രാവശ്യം കൂടെ വായിച്ചിട്ട് തിരിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ വെച്ചിരിക്കുന്ന മറ്റൊരു ബുക്കാണ്. പിന്നെ ഇത് പൗലോ കൊയ്ലോയുടെ ദ സ്പൈ എന്ന് പറയുന്ന ബുക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പിസോഡിൽ. മതഹാരി എന്ന് പറയുന്ന ഒരു ഡാൻസറിന്റെ ജീവിതകഥ പൗലോ കൊയ്ലോ എഴുതിയിരിക്കുന്നതാണ് ദ സ്പൈ. ഞങ്ങൾ രണ്ടുപേരും വായിച്ചിട്ടുണ്ട് ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. ഇത് വളരെ ഒരു ചെറിയ ബുക്കാണ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്. നെക്സ്റ്റ് ബുക്ക് സാൻ മിഷേലിന്റെ കഥ. ആക്സൽ മുൻഡെ എഴുതിയ സാൻ മിഷേലിന്റെ കഥ. ഇതൊരു നോൺ ഫിക്ഷൻ ആണ്. ആക്ച്വലി ഞാൻ വായിച്ചിട്ടില്ല, ബട്ട് വായിക്കാനായിട്ട് വെച്ചൊരു ബുക്കാണ്. സോ നല്ല ബുക്കാന്ന് വിചാരിക്കുന്നു. വായിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാട്ടോ. ഇത് സീത, നമ്മുടെ അമീഷിന്റെ രാമചന്ദ്ര സീരീസിലെ സെക്കൻഡ് ബുക്കാണ് സീത. ഫസ്റ്റ് വൺ ദ സ്കിയോൺ ഓഫ് ഇഷ്ക്വാക്കു ആണ്. ഇതിന്റെ തേർഡ് പാർട്ടാണ് രാവണ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ വായിച്ചിട്ടില്ല, ബിക്കോസ് ഞാൻ ശിവ ട്രിലോജി വായിച്ചിട്ടുണ്ട് അമീഷിന്റെ. പക്ഷേ രാമചന്ദ്ര സീരീസ് എനിക്ക് അത്ര താല്പര്യം തോന്നിയില്ല, ബിക്കോസ് എനിക്ക് ശിവനെ ഒന്നുകൂടെ ഇഷ്ടം. മേ ബി അതുകൊണ്ടായിരിക്കാം. ഇത് ഇനി ഒരു ട്രാവലോഗ് ആണ്. കുറെ വ്യക്തികൾ നടത്തിയ MP വീരേന്ദ്രകുമാർ, അതായത് കുറെ ഓതേഴ്സിന്റെ ഒക്കെ ഒരു ട്രാവലോഗ് കളക്ഷൻ ആണ്. ഇത് മാതൃഭൂമി ബുക്സ് ആണ്. സജീവ് വർഗീസ് എന്ന് പറയുന്ന പേഴ്സൺ ആണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ ഓതേഴ്സിന്റെ ഉണ്ടോ. ഇതുണ്ടോ ഇത്രയും ഓതേഴ്സിനെ അവർ പറയുന്നുണ്ട്. അവരുടെ പ്രിയപ്പെട്ട യാത്രകൾ ആണ് അവർ നടത്തിയ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു യാത്രകളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വായിച്ചിട്ടുണ്ട് ഈ ബുക്ക്. നമ്മുടെ എല്ലാം പേഴ്സണൽ അഹങ്കാരമായ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. ഞാൻ ആക്ച്വലി HNC ബുക്സിലൂടെ ഇങ്ങനെ ചുമ്മാ ബുക്ക് തപ്പി നടന്നപ്പോ ആക്സിഡന്റലി കയ്യിൽ വന്ന് പെട്ട ഒരു ബുക്കാണ്. ആൻഡ് ഇറ്റ്സ് എ സൂപ്പർ ബുക്ക്, മസ്റ്റ് റീഡ്. യാ, സച്ചിൻ നമ്മുടെ ഇന്ത്യയുടെ തന്നെ അഹങ്കാരമാണ്. ഇത് വായിച്ചാല് നമുക്ക് ഭയങ്കര ട്രൂലി ഇൻസ്പയറിംഗ് ആണ്. നമുക്ക് ഇഷ്ടമാവും. സച്ചിനോടുള്ള ഇഷ്ടം സച്ചിന്റെ ബുക്കിനോടും തോന്നും. ഇനി എന്റെ കയ്യിൽ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഓതറിന്റെ ബുക്കാണ്. ബിക്കോസ് ചേതൻ ഭഗത്, ഐ ഡോണ്ട് നോ, എനിക്ക് പേഴ്സണലായിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ മേക്കിംഗ് ഇന്ത്യ ഓസം, 3 മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫ് ആൻഡ് 5 പോയിന്റ്സ് ഓൺ മൈ. ഈ 3 ബുക്സ് അതിലൊക്കെ ചിന്നൂസ് വായിച്ചാണ്. ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചിരിക്കുന്നത് 2 സ്റ്റേറ്റ്സ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബുക്കാണ്. 3 മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫ് അത് ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ 1 ഇന്ത്യൻ ഗേൾ വായിച്ചു. അതോടെ ഞാൻ പിന്നെ അങ്ങനെ നിർത്തി. എനിക്ക് പിന്നെ താല്പര്യമില്ലാതെ. ഞാൻ വായിച്ചിട്ടുണ്ട്, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നെക്സ്റ്റ് ബുക്ക് നമ്മുടെ സ്വന്തം ഖാലിദ് ഹുസൈനിയുടെ സ്പ്ലെൻഡിഡ് സൺസിന്റെ ഒക്കെ ഓഥറാണ് ഖാലിദ് ഹുസൈനി. വണ്ടർഫുൾ ബുക്ക് എന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ ബുക്ക്. വല്ലാത്തൊരു ബുക്കാണ് ഇത്. വായിച്ചു തീർക്കണം എന്ന് തോന്നുന്ന ചില ബുക്സുകളില്ലേ, ആ ഒരു കാറ്റഗറിയിൽ പെട്ട ഒരു ബുക്കാണ് ഇത്. Yes, so the next is Alchemist. മലയാളം, ഇംഗ്ലീഷ്. എല്ലാവർക്കും ആരോട് ചോദിച്ചാലും അറിയാവുന്ന ഒരു എഴുത്തുകാരനും അറിയാവുന്ന ഒരു ബുക്കുമാണ് പൗലോ കൊയ്ലോയും ആൽക്കെമിസ്റ്റ്. സോ ഇതിനെ കുറിച്ച് അധികം പറയണ്ടല്ലോ. ഞങ്ങൾ രണ്ടുപേരും വായിച്ചിട്ടുണ്ട്. ആൻഡ് യെസ്, എല്ലാവരും പറയുന്നത് പ്രിഫർ ഇംഗ്ലീഷാണ്. ഈസി ഇംഗ്ലീഷാണ്, എല്ലാവർക്കും വായിക്കാവുന്ന മനസ്സിലാവുന്നുള്ളൂ. വെറുതെ മലയാളം മേടിച്ച് മലയാളം വായിച്ചു നോക്കിയിട്ടുണ്ട്, 2 പേജിൽ നിർത്തി മാത്രം. ഇത് പിന്നെ നമ്മുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിന്റെ കുഞ്ഞു കാര്യങ്ങളുടെ ഓഡിയോ തമ്പുരാൻ ഇത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓക്കെ, സോ ഹിയർ കംസ് എ കളക്ഷൻ ഓഫ് ബുക്സ് ഞാൻ വായിക്കാത്തത്. അല്ല, ഞാൻ വായിച്ച 2 ഉണ്ട്. ഓക്കെ, ഓട്ടോബയോഗ്രഫി ഓഫ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഞാൻ വായിച്ചിട്ടില്ല. ഇല്ല, വായിച്ചിട്ടില്ല. പിന്നെ ബീഥോവൻ, സംഗീതം ജീവിതം കത്തുകൾ, ബീഥോവന്റെ ആത്മകഥയാണ് ഇത് പറയുന്നത്.
അത് മലയാളത്തിൽ പരിഭാഷ ചെയ്തിരിക്കുന്നത്. പിന്നെ മധു ഇറവങ്കരയുടെ ശിശിര യാത്രകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപുസ്തകമാണിത്. ആൻഡ് പിന്നെയുണ്ട് നദി തിന്നുന്ന ദ്വീപ് എന്ന് പറഞ്ഞിട്ട് KA ബീനയുടെ. ഇതൊരു യാത്രാനുഭവമാണ്. സോ ഈ മാഡം ചെയ്തിരിക്കുന്ന ഏതൊരു യാത്ര അങ്ങോട്ട് പോയ ഒരു ബ്രഹ്മപുത്ര തടത്തിലൂടെ പോയ ഒരു യാത്രയുടെ അനുഭവമാണിത്. ആൻഡ് ഷോളം അഹ്ലാമിന്റെ ദേവിയുടെ പെൺമക്കൾ നല്ലൊരു ബുക്കാണ് ഇത്. ഞാൻ വായിച്ചിട്ടില്ല. അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണെങ്കിലും അതൊരു നല്ല ബുക്കാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ബുക്സ് ഓൺ ഗോ മേടിച്ച സെൽഫ് ഹെൽപ്പ് ആണ്. നമ്മുടെ ദ മോങ്ക് ഹു സോൾഡ് ഹിസ് ഫെറാരി എന്ന ബുക്കിന്റെ ഓഥർ മിസ്റ്റർ റോബിൻ ശർമ്മയുടെ ബുക്കാണ്. ദ 5 AM ക്ലബ് എന്ന് പറയുന്ന വായിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. സെൽഫ് ഹെൽപ്പ് ആയതുകൊണ്ട് തന്നെ അക്കുട്ടിന് ഇപ്പൊ താല്പര്യം ഉണ്ടാവില്ല, എന്നാലും സെൽഫ് ഹെൽപ്പ് ഞാൻ സെൽഫ് ഹെൽപ്പ് ആണ്, അതുകൊണ്ട് അതെ ഞാൻ അത്യാവശ്യം സെൽഫ് ഹെൽപ്പ് ഒക്കെയാണ്, എന്നാലും ബുക്സിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് സെൽഫ് ഹെൽപ്പും ഓപ്റ്റ് ചെയ്യാമെന്ന് കരുതി മേടിച്ചതാണ്. പിന്നെ റോബിൻ ശർമ്മനെ എനിക്ക് ഇഷ്ടമാണ്. ദ മോങ്ക് ഹു സോൾഡ് ഹിസ് ഫെറാരി സൂപ്പർബാണ്. പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ് നഷ്ടപ്പെട്ട നീലാംബരി. ഇത് മാധവിക്കുട്ടിയമ്മയുടെ നഷ്ടപ്പെട്ട നീലാംബരിയും മറ്റ് ചെറുകഥകളും അടങ്ങിയിരിക്കുന്ന പുസ്തകമാണ് മാതൃഭൂമി ബുക്സ് ഇറക്കിയിരിക്കുന്നത്. പിന്നെ വേറെ ഒരെണ്ണമുള്ളത് ദ കിഡ് എന്ന് പറഞ്ഞിട്ട് ചാർലി ചാപ്ലിന്റെ സിനിമയുടെ തിരക്കഥ അടങ്ങിയിരിക്കുന്ന പുസ്തകമാണ്. നെക്സ്റ്റ് ബുക്ക് ഈ പറയുന്ന പോലെ ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് എല്ലാവർക്കും തോന്നുന്ന ബുക്കാണ് ബാലാമണി അമ്മയുടെ കവിതകൾ. സമ്പൂർണ്ണ സമാഹാരമാണ് ബാലാമണി അമ്മ. എല്ലാവർക്കും അറിയാം, നമ്മുടെ മാധവിക്കുട്ടി അമ്മയുടെ അമ്മയാണ്. ഇത് ആക്ച്വലി ജോൺ ചാഷന്റെ ബുക്കാണ്. പറയുന്ന പോലെ ജോൺ ചാഷന്റെ അടുത്ത് കൊണ്ടുവന്നതാണ്. ഇതും നമുക്ക് മാധവിക്കുട്ടി അമ്മേനോട് തോന്നുന്ന പോലത്തെ ഒരു ഇഷ്ടം ബാലാമണി അമ്മേനോട് തോന്നും. കാരണം മാധവിക്കുട്ടി അമ്മ എന്ന പ്രശസ്ത എഴുത്തുകാരിനെ നമുക്ക് സമ്മാനിച്ച അമ്മയല്ലേ. ഇതും ബാലാമണി അമ്മയുടെ ചെറിയൊരു പുസ്തകമാണ്. മഴുവിന്റെ കഥ എന്ന് പറയുന്നത് പോയട്രിയാണ്. സോ യെസ്, മലയാറ്റൂരിന്റെ യന്ത്രം എല്ലാവർക്കും പരിചയമുണ്ടാവും അല്ലേ? ഇത് മൈ ഗോഡ്, ബുക്കിന്റെ വില 55 രൂപ. ഇത് ഏത് വർഷം വാങ്ങിയതാന്ന് നിങ്ങൾ ആലോചിക്കണം. ഇപ്പൊ ഈ പുസ്തകത്തിന്റെ വില എത്രയാന്ന് നിങ്ങൾക്ക് അറിയോ? ഓ മൈ ജീസസ്, ഇത് മൈ ഗോഡ് കൊള്ളാട്ടോ. പഴയ കോപ്പിയാണ്. ഇത് ഞാൻ വായിച്ചിട്ടില്ല. എനിക്കറിയാം ഈ നോവലിനെ കുറിച്ച് എനിക്കറിയാം, പക്ഷെ ഇത് ഞാൻ വായിച്ചിട്ടില്ല. സോ ഹാപ്പി ടു ഫൗണ്ട് സച്ച്. ഇതിന്റെ ഓൾഡ് ഫോണ്ട് ഒക്കെയാണ്, നല്ല രസമുണ്ട്. ഞാൻ ഇത് നമ്മുടെ റസ്കിൻ പോണ്ടിന്റെ ട്രാവലോഗ് ആണ്. ഓൾ റോഡ്സ് ലീഡ് ടു ഗംഗ എന്ന് പറയുന്ന നല്ലൊരു ചെറിയ സ്മോൾ ബുക്കാണ്. ബട്ട് റസ്കിൻ പോണ്ടിന്റെ എപ്പോഴും നല്ലൊരു ബുക്സ് ആയിരിക്കുമല്ലോ. യെസ്, ഇത് ഞാൻ ഈ പറയുന്ന പോലെ വായിക്കാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ്, വായിച്ചിട്ടില്ല. എന്റെ ഫിക്ഷൻ കാറ്റഗറീസ് കഴിഞ്ഞിട്ടാണ് ഇത് വായിക്കാൻ. ഇത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നിരിക്കുന്ന കഥകളൊക്കെ കൂട്ടിച്ചേർത്ത് അവര് ഇറക്കിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. 2014 ആഴ്ചപ്പതിപ്പിൽ വന്നിരിക്കുന്ന എല്ലാ കഥകളും. അപ്പൊ പലരുടെയും കഥകൾ ഉണ്ടാവും ഇതിനകത്ത്. അപ്പോൾ കുറെ ഓതേഴ്സിന്റെ പേരിലൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവരുടെ ഇത്രയും പേരുടെ കഥകൾ ഇതിനകത്തുണ്ട്. സോ ഞാനത് വായിക്കാൻ മാറ്റി വെച്ചിരിക്കുന്ന ഒരു പുസ്തകം. ഇനി നെക്സ്റ്റ് CV ബാലകൃഷ്ണൻ സാർ എഴുതിയ നോൺ ഫിക്ഷൻ കാറ്റഗറിയിൽ വരുന്ന ബുക്കാണ് പരൽമീൻ നീന്തുന്ന പാഠം. വായിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ വായിച്ചിട്ട് അഭിപ്രായം പറയാം. ONV സാറിന്റെ ഭൂമിക്ക് ഒരു ചരമഗീതം. ഇനി നെക്സ്റ്റ് നമ്മുടെ ഇക്കിഗായ്. ഇത് ഞാൻ ബുക്സ് ഓൺ ഗോ മേടിച്ചതാണ്. ഇത് ഞാൻ വേറെ എവിടുന്ന് മേടിച്ചതാണ്, എവിടുന്നാന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് രണ്ടും സെൽഫ് ഹെൽപ്പ് കാറ്റഗറിയിലൊക്കെ വരുന്നതാണ്, അതുകൊണ്ട് അക്കുചേട്ടന് വലിയ താല്പര്യം ഉണ്ടാവില്ല. പിന്നെ അഗത ക്രിസ്റ്റിയുടെ സൂൺ ടു ബി എ മൂവി ഡെത്ത് ഓൺ ദ നൈറ്റ്. ഇത് ഉടനെ സിനിമയായിട്ട് വരുന്നുണ്ട്, മിസ്റ്റർ ഹെർക്യൂൾ പോയറോട്ടൊക്കെ ആയിട്ട്. അടിപൊളിയാണ്. എനിവേ വായിച്ച് കഥ അറിയാവുന്നതാണെങ്കിലും മൂവിക്ക് വേണ്ടി വളരെ പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്തിരുന്നു. യെസ്, നെക്സ്റ്റ് മാർക്ക് ട്വെയിന്റെ ടോം സോയർ വിശ്വസാഹിത്യമാല, DC ബുക്സിന്റെ പബ്ലിക്കേഷൻ. അയ്യോ, ഇതെനിക്ക് എത്ര വായിച്ചാലും മതിയാവില്ല. ടോം സോയറിന്റെ കൂടെ പോയി പോകും ഇത് വായിച്ചാൽ, അത്ര എനിക്ക് ഇഷ്ടമാണിത്. പിന്നെ എനിക്കറിയില്ല കേട്ടോ ഈ ബുക്ക് ലൈക്ക് ഏത് കാറ്റഗറി പെടുന്ന എനിക്കറിയില്ല. ലിയോ ടോൾസ്റ്റോയുടെ ചൈൽഡ്ഹുഡ് അഡോളസൻസ് യൂത്ത്. ഇതെന്താ, ഐ തിങ്ക് മേ ബി ആളുടെ ഇതായിരിക്കില്ലേ, ബയോഗ്രഫി ആയിരിക്കാം. അതല്ലെങ്കിൽ ആളുടെ വർക്ക്സ് ഒക്കെ കൂടി കൂട്ടി വന്നതാണെന്ന് എനിക്കറിയില്ല. അറിയില്ല എന്ന് തന്നെ പറയണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം അറിയാമോ, ഞങ്ങൾ ഒരിക്കലും പറയത്തില്ല. ഈ ബുക്കൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. നെക്സ്റ്റ് ബുക്ക് നമ്മുടെ ഡേവിഡ് കോപ്പർഫീൽഡിന്റെ ചാൾസ് ഡിക്കൻസ്
പഴയ ബുക്കാണ്. പഴയ ബുക്ക്. ഇത് ആക്ച്വലി എൻ്റെ ഡാഡി വാങ്ങിയ ബുക്കാണ്. ഇതിന്റെ പ്രൈസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ₹45. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് ബുക്ക്. അതിന്റെ ഫോണ്ടും കാര്യങ്ങളൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഭയങ്കര സെയിം കാറ്റഗറി പെടുന്നത് തന്നെയാണ് കേട്ടോ ഈ ബുക്ക്. എനിക്ക് ചിലപ്പോൾ ഒരുമിച്ച് മേടിച്ചായിരിക്കും. ഇതിനൊക്കെ ₹20 കിട്ടാൻ പോലും ഇല്ല കേട്ടോ. തോമസ് ഹാർഡിയുടെ ദ റിട്ടേൺ ഓഫ് ദ നേറ്റീവ് എന്ന് പറയുന്ന ബുക്ക്. ഇതൊക്കെ പഴയ ബുക്സ് ആണ്. ഇത് ഫിക്ഷൻ കാറ്റഗറിയിൽ വരുന്ന അനിത നായരുടെ ലേഡീസ് കൂപ്പെ എന്ന് പറയുന്ന ബുക്കാണ്. ബട്ട് വെരി സോറി, ഞാൻ വായിച്ചിട്ടില്ല. സോ വായിച്ചിട്ട് തന്നെ പറയാം. ഞങ്ങളെല്ലാം ബുക്കിന്റെയും റിവ്യൂ ഒന്നും പറയുന്നില്ല, ബിക്കോസ് ഞങ്ങൾക്ക് അതിനുള്ള ടൈമില്ല. ഞങ്ങൾ ബുക്സ് ജസ്റ്റ് പരിചയപ്പെടുത്തി തരാം. ഇത് വളരെ പഴയ ഒരു കോപ്പിയാണ്. മാധവിക്കുട്ടി അമ്മയുടെ ബുക്കാണ്. ചെറുകഥകളാണ് ഇരിക്കുന്ന ഒരു പുസ്തകം. ആൻഡ് പേജസ് ഒക്കെ ചിലതൊക്കെ ഇതായി തുടങ്ങി, കാരണം അത്ര പഴയ ബുക്കാണ്. ഓ മൈ ഗോഡ്. ഇത് മാഡം ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ഉള്ളതാണ്. സാറ ജോസഫിന്റെ ആദി എന്ന് പറയുന്ന ബുക്കാണ്. വായിച്ചിട്ടില്ല. ജോൺ ചേഷൻ തന്നതാണ്. വായിക്കണം. വായിച്ചിട്ട് റിവ്യൂ പറയാം കേട്ടോ. ഞാനും വായിച്ചിട്ടില്ല. ഇതിപ്പോ അക്കുച്ചേട്ടൻ 2 ദിവസം മുമ്പ് എനിക്ക് തന്നൊരു ബുക്കാണ് വായിക്കാനായിട്ട്. ഉണ്ണി ആർ എഴുതിയ ഒരു ഭയങ്കര കാമുകൻ എന്ന് പറയുന്ന ബുക്ക്. വായിച്ചിട്ടില്ല. വായിച്ചിട്ട് പറയാം. ഇത് ഞാൻ ഞങ്ങളുടെ ഒരു വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ട്രാവലോഗാണ്. ശ്രീ MV ശ്രേയാംസ്കുമാർ സാറിന്റെ യാത്ര പറയാതെ പല നാടുകളിലൂടെ പല സമയങ്ങളിലൂടെ സാർ നടത്തിയ യാത്രകളുടെ ഒരു സമാഹാരമാണിത്. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് ബുക്ക്. ട്രാവലോഗിനോട് എനിക്ക് ഇഷ്ടം തോന്നിക്കാൻ കാരണം ഈ ഒരു ബുക്കാണ്. ഇതൊരു കന്നഡ നോവലാണ്. ഇതിന്റെ മലയാളത്തിലെ തർജ്ജമ ചെയ്ത പേര് വന്നിരിക്കുന്നത് കദീസുവിന്റെ ലോകം എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ പകുതി വരെ വായിച്ചു. പിന്നെ എനിക്ക് എന്തോ ചെറിയൊരു ബോറടി തോന്നി. അതുകൊണ്ട് ഞാനിത് നിർത്തി. കുറച്ച് പുസ്തകങ്ങൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, നമുക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ നിർത്തുമല്ലോ. അപ്പോൾ അങ്ങനത്തെ പുസ്തകം. ഇത് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ സ്വന്തം മൊയ്തീൻ കാഞ്ചനമാല ഒരു അപൂർവ പ്രണയ ജീവിതം PT മുഹമ്മദ് സാദിഖ് എഴുതിയ ബുക്കാണ്. ഹാർട്ട് ടച്ചിങ് ആയ ഒരു ബുക്ക്. ഫിലിമൊക്കെ വന്നതുകൊണ്ട് എല്ലാവർക്കും ഇവരെ കുറിച്ച് അറിയായിരിക്കും. അവരെ കുറിച്ച് ബുക്കും ഉണ്ട്. സോ വായിക്കേണ്ടതാണ്, നല്ലതാണ്. മലയാറ്റൂരിന്റെ യക്ഷി ഒരുവിധം മലയാളികൾക്കൊക്കെ അറിയാട്ടോ. കാരണം പണ്ടും ഈ നോവലിനെ ആസ്പദമാക്കിയ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് ഫഹദ് ഫാസിലിന്റെയും അനുവിന്റെയും വക ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അനുവിന്റെ വകയല്ലോ, അവർ രണ്ടുപേരും അഭിനയിച്ചിട്ട് ഈ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു നോവലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നോവലാണ് യക്ഷി. ഇത് പ്രീതി ഷെണോയുടെ 100 ലിറ്റിൽ ഫ്ലെയിംസ് എന്ന് പറയുന്ന ഒരു ഫിക്ഷൻ കാറ്റഗറിയിൽ വരുന്ന ബുക്കാണ്. അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു ബുക്കാണ്. ഇപ്പോൾ വായിച്ചു തുടങ്ങി, ഇത്രയും കാലം വായിക്കാതിരുന്ന് ഇപ്പോൾ വായിച്ചു തുടങ്ങിയവർക്കൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണിത്. ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വായിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ് ഈ കളക്ഷനിൽ നൂർജഹാൻസ് ഡോട്ടർ എന്ന് പറഞ്ഞിട്ട്. ഇത് ഒരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ആണ്. അപ്പൊ എൻ്റെ ഒരു ഫേവറേറ്റ് ജോണറിൽ വരുന്നതാണ്. സോ നൂർജഹാൻസ് ഡോട്ടർ. ഇത് നമ്മുടെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീർ സാറിന്റെ ബുക്കാണ്. ബഷീർ ചായയും ഓർമ്മയും എന്ന് പറഞ്ഞിട്ട് പുനലൂർ രാജൻ എന്ന് പറയുന്ന ഓതർ ആണ്. ഒരു നല്ല ബുക്കാണ്. വായിച്ചിട്ടുണ്ട്, മുൻപ് വായിച്ചിട്ടുണ്ട് ഞാൻ ഈ ബുക്ക്. കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് ഇതില്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് എന്ന് സ്വന്തം ജാനകിക്കുട്ടി. MT ഒരു ഷോർട്ട് സ്റ്റോറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ഇറക്കിയിരിക്കുന്നത്. ഇതിന്റെ തിരക്കഥയും ചെയ്തിരിക്കുന്നത് MT തന്നെയാണ്. അപ്പം ആ സിനിമയുടെ തിരക്കഥയാണ് ഈ പുസ്തകം. അപ്പം വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കാറുണ്ട്. ഇത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ ആത്മകഥയാണ്. വായിച്ചിട്ടില്ല, വായിക്കണം. അടുത്തത് എൻ്റെ ഇരിക്കുന്നത് MTയുടെ ഒരു തിരക്കഥയാണ്, ആൾക്കൂട്ടത്തിൽ തനിയെ. നമ്മുടെ സത്യനന്ദിക്കാട് സാറിന്റെ ഒരു നോൺ ഫിക്ഷൻ കാറ്റഗറിയിൽ വരുന്ന ബുക്കാണ് ഓർമ്മകളുടെ കുടമാറ്റം എന്ന് പറയുന്നത്. നല്ലൊരു സിമ്പിൾ ബുക്കാണ്, വായിച്ചിരിക്കാൻ രസമാണ്, നല്ല സിമ്പിൾ ലാംഗ്വേജിലൊക്കെ ആയിട്ട്. ഇത് ഞങ്ങൾ വായിക്കാത്തതാട്ടോ. നാരായൺ എന്ന് പറഞ്ഞിട്ട് കൊച്ചേരെത്തി മേ ബി സ്റ്റോറി. ഇത് ജിം കോർബറ്റിന്റെ മൈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്മരണ അല്ലെങ്കിൽ മെമ്മോയർ ആണ്. പണ്ട് വായിച്ചിട്ടുണ്ട്. മുകുന്ദന്റെ തനിയക്കുടിയന്റെ തണ്ട് എന്ന് പറഞ്ഞിട്ട് ഫിക്ഷൻ ആണ്. സോ നോവൽ ഓർ ഷോർട്ട് സ്റ്റോറീസ് ആണ്. ഞാൻ വായിച്ചിട്ടില്ല.
ഇത് പണ്ടത്തെ ബുക്ക് തന്നെയാണ്. ഇതിന്റെ വില എന്ന് പറയുന്നത് ₹45 ആണ്. ഹെൻറി ഫീൽഡിങ്ങിന്റെ ജോസഫ് ആൻഡ്രൂസ്. കാരണം ഇതും എൻ്റെ ഡാഡി പണ്ടെപ്പോഴും മേടിച്ചൊരു ബുക്കാണ്. 45 രൂപ വിലയുള്ള ബുക്ക്. ഇപ്പൊന്നും കിട്ടുക പോലുമില്ല. പിന്നെ ഇത് PK പാറക്കടവ് സാറിന്റെ പൂക്കുന്നതിന്റെ രഹസ്യം എന്ന് പറയുന്ന ഒരു ഫിക്ഷൻ കാറ്റഗറിയിൽ വരുന്ന മലയാളം സ്റ്റോറീസ് ആണ്. വായിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഇതൊരു ആത്മകഥയാണ്. തസ്ലീമ നസ്രീന്റെ എന്റെ കുട്ടിക്കാലം എന്ന് പറയുന്ന പുസ്തകം. അത് ഞാൻ വായിച്ചിട്ടില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് 3 MT സാറിന്റെ പുസ്തകങ്ങളാണ്. ഒന്ന് പഞ്ചാഗ്നി, പിന്നെ ഉള്ളത് വൻകടലിലെ തുഴവള്ളക്കാർ, പിന്നെ അമ്മയ്ക്കെന്ന് പറയുന്ന പുസ്തകം. അമ്മയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും വായിച്ചിട്ടുണ്ട്. ഇത് പിന്നെ തിരക്കഥ ആയതുകൊണ്ട് വായിച്ചിട്ടില്ല. മറ്റേത് വായിച്ചിട്ടില്ല. ഇത് മെർലിൻ മൺട്രോനെ കുറിച്ചുള്ള ബുക്കാണ്. വായിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. വായിക്കണം. ജോൺ ചാസന്റെ അടുത്തുനിന്ന് എടുത്തുകൊണ്ട് വന്ന ഒരു ബുക്കാണ്. സോ വായിക്കാൻ വേണ്ടി വെച്ചിരിക്കാൻ. ഇനി എൻ്റെ കയ്യിലുള്ളത് കുട്ടികൾക്കുള്ള കാളിദാസൻ, അതുപോലെ പിള്ളേർക്കുള്ള പുസ്തകമാണ് രോഹന്തനും നന്ദ്രിയനും. ഇതൊക്കെ ഈ മഹാഭാരത കഥകളിൽ നിന്നൊക്കെ എടുത്തുണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതൊക്കെ പഴയതാണ്. പിന്നെ മരങ്ങളുടെ ലോകം എന്ന് പറഞ്ഞിട്ട് ഇതിൽ കുറെ മരങ്ങളെ കുറിച്ചും അതുങ്ങളുടെ ഇപ്പം ആത്മരൊക്കെ എന്താ നമുക്ക് തരുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും ഗുണം എന്നൊക്കെയുള്ള രീതിയിലുള്ള കഥയാണ് കുട്ടികൾക്കുള്ളതാണ്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. ഇതും നമ്മുടെ ചാർലി ചാപ്ലിന്റെ എന്റെ കുട്ടിക്കാലം എന്ന് പറയുന്ന മെമ്മോയർ ആണ്. നമ്മൾ നേരത്തെ കണ്ട ബുക്കിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ. ഇതും ഞാൻ വായിച്ചിട്ടുള്ള ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഇത് പയ്യന്നൂർ കുഞ്ഞിരാമൻ സാർ എഴുതിയ ഒരു ചിൽഡ്രൻസ് നോവലാണ്. തേങ്ങലുകൾ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ വായിക്കാൻ പറ്റുന്ന സിമ്പിൾ ലാംഗ്വേജിലുള്ള ഒരു ബുക്കാണ്. പണ്ട് വായിച്ചിട്ടുണ്ട് ചെറുതായിരുന്നപ്പോൾ. SK പൊറ്റക്കാടിനെ കുറിച്ചൊക്കെ നമുക്കറിയാം അല്ലെ. പഴയ അതായത് TV ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ആൾക്കാരുടെ സഫാരി ചാനലായിരുന്നു SK പൊറ്റക്കാട്. അപ്പൊ SK പൊറ്റക്കാട് സാറിന്റെ യൂറോപ്പിലോടുള്ള യാത്രകളുടെ യാത്രാവിവരണമാണ് ഈ യാത്ര. ഇത് നമ്മുടെ യൂസഫ് അലി കേച്ചേരി സാറിന്റെ പേരറിയാത്ത നൊമ്പരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. ഇതില് 101 മധുരഗീതങ്ങളാണ് കേച്ചേരി സാറിന്റെ. ഇത് പഴയൊരു മലയാളം സിനിമയാണ്. കൃഷ്ണഭരൻ എന്ന് പറഞ്ഞിട്ട് മോഹൻലാലൊക്കെ അഭിനയിച്ചിരിക്കുന്ന യക്ഷികളും അങ്ങനെ മന്ത്രവാദമൊക്കെയുള്ള ആ സിനിമയ്ക്ക് കാരണമായ കഥയുടെ പുസ്തകമാണിത്. ഇത് നമ്മൾ കവർ ചെയ്ത് വെച്ചേക്കുന്നുണ്ട. കൃഷ്ണഭരൻ എന്ന് പറഞ്ഞിട്ട് പഴയ ബുക്കാ. അതിന്റെ ഫോണ്ടും പേപ്പറൊക്കെ പഴയ നല്ല രീതിയിൽ ഇതായിട്ടുണ്ട്. ഇത് നമ്മുടെ വില്യം ലോഗൻസ് മലബാർ മാനുവൽ ആണ്. അന്വേഷിക്കുന്ന കുറെ പേരുണ്ട് മലബാർ മാനുവൽസ്. ബിക്കോസ് പണ്ട് തൊട്ടേയുള്ള ഒരു ഡേറ്റ കീപ്പിംഗ് ഒക്കെ അതേപടി ഉണ്ട് ഇതിനകത്ത്. ഇത് VR സുധീഷിന്റെ ഒരു വളർത്തു പൂച്ചയുടെ ജീവിത കഥ എന്ന് പറയുന്ന ഒരു ബുക്കാണ്. വായിച്ചിട്ടില്ല, വായിക്കണം. വി മുസഫർ അഹമ്മദിന്റെ എക്താരയിലെ പാട്ടുപാലങ്ങൾ. ഇതെനിക്ക് തോന്നുന്നു ഒരു യാത്രാ വിവരണമാണ്. ഓക്കെ, വായിച്ചിട്ടില്ല കേട്ടോ. ഇതും ഇതുപോലൊരു ട്രാവലോഗാണ്. ധനുഷ്കോടി മുതൽ സഹാറ വരെ എന്ന് പറഞ്ഞിട്ട് മിസ്റ്റർ സജി വർഗീസ് എഡിറ്റ് ചെയ്തൊരു ബുക്കാണ്. ഇതിലും ഈ പറയുന്ന പോലെ ഒരുപാട് ഓതേഴ്സ് ട്രാവൽ ചെയ്ത് അവരുടെ ട്രാവൽ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തൊരു ബുക്കാണ്. അവരുടെ പ്രിയപ്പെട്ട യാത്രകൾ. ഇത് ഞാൻ ചിനൂസിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു because she is the one who should do this. ഇത് അഗൈൻ ജോൺ ചാച്ചന്റെ ബുക്കാണ്. ഭൂട്ടാൻ ദിനങ്ങൾ. ജോൺ ചാച്ചൻ മാസങ്ങളോളം ഭൂട്ടാനിൽ ചെലവഴിച്ച് അവിടെ യാത്ര ചെയ്ത് അവിടുത്തെ ഓരോ സ്ഥലങ്ങളിലൂടെയും യാത്ര ചെയ്ത് എഴുതിയ ഒരു ട്രാവലോഗ് ആണ് ഭൂട്ടാൻ ദിനങ്ങൾ എന്ന് പറയുന്നത്. ഓബ്വിയസ്ലി നോ ഡൗട്ട് ഞാൻ വായിച്ചിരിക്കുന്ന ബുക്കാണ്. പേഴ്സണൽ അഹങ്കാരം, പേഴ്സണൽ ഫേവറേറ്റ് എന്നൊക്കെ പറയാം. ഭൂട്ടാനിൽ നമുക്ക് നേരെ കാശ്മീരിലേക്ക് പോവാം. അത് വി വിജയൻ എഴുതിയിരിക്കുന്ന കാശ്മീർ വേദനിക്കുന്ന പർദീസ എന്ന് പറഞ്ഞൊരു പുസ്തകം. അതിനോടൊപ്പം തന്നെ ഷൗക്കത്തിന്റെ ഹിമാലയം യാത്രകളുടെ ഒരു പുസ്തകം. അപ്പോൾ ഇത് രണ്ട് ട്രാവലോഗ്സ് ആണ്, ബട്ട് ഞാൻ വായിച്ചിട്ടില്ല. അവിടുന്ന് നമുക്ക് നേരെ ഹരിദ്വാറിൽ നിന്ന് കൊണാർക്കിലേക്ക് പോകാം. ഇതും ഒരു ട്രാവലോഗ് ആണ്. പക്ഷെ ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ. പിന്നെ മൺചിത്രത്താഴ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ്, മലയാളത്തിൽ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഇപ്പം മൺചിത്രത്താഴ് മറ്റു ഓർമ്മകളും ഫാസിൽ അതിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു പുസ്തകമാണ്. നല്ലൊരു ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ഇനി VR സുധീഷ് എഴുതിയ ചെറിയ ചെറിയ കഥകൾ എന്ന് പറയുന്ന ബുക്ക് വായിച്ചിട്ടില്ല. പിന്നെ ഇനിയുള്ളതൊക്കെ ഞാൻ വായിക്കാത്ത പുസ്തകങ്ങളാണ്. തകഴിയുടെ അഴിയാക്കുരുക്ക്, നഥാനിയൽ ഹത്തോണിന്റെ ചുവന്ന അക്ഷരം, കാവിലെ പാട്ട് ഇടശ്ശേരി,
പിന്നെ സ്മരിക്കാൻ നമിക്കാൻ, അത് കുറെ ലേഖനങ്ങളാണ്. ഇനി അടുത്തത് എറിക് മറിയ റിമാർക്ക് എഴുതിയ പടിഞ്ഞാറൻ മുന്നണിയിൽ എല്ലാം ശാന്തമാണ്, അല്ലെങ്കിൽ ഓൾ ക്വൈറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് എന്ന് പറയുന്ന അതെ സത്യം നോവലാണ്. വായിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് പേർക്ക് നോക്കി വായിക്കുന്നത്. പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എഴുത്തിനെ കുറിച്ചും ജീവിതത്തെ കുറിച്ചും EM അഷ്റഫ് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം. അതുപോലെ സിസിലി പനമരം എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയുടെ കഥകൾ അടങ്ങിയിരിക്കുന്ന തിരുത്തെഴുത്ത് എന്ന് പറയുന്ന പുസ്തകം. ഇനി K രാജേന്ദ്രൻ എന്ന് പറയുന്ന ഓഥറിന്റെ ട്രാവലോഗാണ് മഞ്ഞുമലകളും സമതലങ്ങളും ഇന്ത്യൻ യാത്രകൾ എന്ന് പറയുന്ന ബുക്ക്. വായിച്ചിട്ടില്ല. ആൻഡ് നെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് മഞ്ജുളമാല MV എന്ന് പറയുന്ന ഓഥർ എഴുതിയൊരു ബുക്കാണ്, മദർ തെരേസയെ കുറിച്ചുള്ള ബുക്ക്. ഞാൻ വായിച്ചിട്ടുണ്ട്, നല്ല ബുക്കാണ്. കേരളം 15ഉം 16ഉം നൂറ്റാണ്ടിൽ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ പുസ്തകം വായിച്ചോ. ഷൈഖ് സൈനുദ്ദീൻ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇത് ഹിസ്റ്ററിയാണ്. ഓക്കെ. ഇനി സിതാര S എന്ന ഓഥർ എഴുതിയ വേഷപ്പകർച്ച എന്ന് പറയുന്ന കഥകൾ അടങ്ങിയിട്ടുള്ള ഒരു ബുക്കാണ്. വായിച്ചിട്ടില്ല. അഗെയിൻ നഷ്ടപ്പെട്ട നീലാംബരിയും മറ്റു കഥകളും മാധവിക്കുട്ടി അമ്മയുടെ. അതുപോലെ തന്നെ മാധവിക്കുട്ടി അമ്മയുടെ ഈ ജീവിതം കൊണ്ട് ഇത്രമാത്രം, ഇത് സ്മരണയാണ്, ഇത് ഷോർട്ട് സ്റ്റോറി ഞാൻ വായിച്ചിട്ടുള്ളത്. ഞങ്ങള് വായിച്ചു കഴിഞ്ഞത്. അതെ. ഇനി അടുത്തത് വിമൻ പയനിയേഴ്സ് ഇൻ ഇന്ത്യസ് റിനൈസൻസ് എഡിറ്റഡ് ബൈ സുശീല നായർ ആൻഡ് കമല മങ്കേക്കർ. വായിച്ചിട്ടില്ല. ഈ പറയുന്ന പോലെ ഞങ്ങൾ വായിക്കാത്ത ബുക്സും ഉണ്ട് കേട്ടോ. കൃഷ്ണന്റെ ദുഃഖം എന്ന് പറഞ്ഞിട്ട് AR നാരായണൻ മാസ്റ്റർ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇത് കഥയാണെന്ന് തോന്നുന്നു. കൃഷ്ണന്റെ ദുഃഖം ഉണ്ടായിരുന്നു. എന്തായാലും വായിച്ചു നോക്കിട്ടെ. ഇതിപ്പോഴത്തെ ഈ വായിച്ച് ശീലമില്ലാത്ത അല്ലെങ്കിൽ വായിച്ച് നിർത്തിയിട്ട് പിന്നെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വായിക്കാൻ പറ്റുന്ന ബുക്സ് ആണ്. സുദീപ് നാഗാർക്കറിന്റെ ഫ്യൂ തിങ്സ് ലെഫ്റ്റ് അൺസെറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. വായിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. ഇത് അതുപോലെ പുസ്തകത്തിന്റെ ബാക്കിൽ നിന്ന് കിട്ടിയൊരു ബുക്കാണ്, പഴയ ബുക്കാണ്. ഇതിനെ കുറിച്ച് അറിയത്തും കൂടി ഇല്ല. AVM നാരായണൻ എഴുതിയ ശ്രീകൃഷ്ണ ഭുജങ്കയ്യന്റെ ദശാവതാരങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം. ഇത് ഇത് വിവർത്തനമാണ്. AVM നാരായണൻ എഴുതിയിരിക്കുന്നത്. ശ്രീകൃഷ്ണ ആലനഹള്ളിയാണ് ഈ നോവല് സത്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഇത് മാതൃഭൂമി പണ്ടങ്ങാട് ഇറക്കിയ ഒരു നോവൽ. ഏത് ഭാഷയാണെന്നൊക്കെ വായിച്ചു നോക്കിയിട്ട് പിന്നെയൊക്കെ പറഞ്ഞു. ഇതും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഓതേഴ്സിന്റെ ബുക്സ് ആണ്. ഒന്ന് അർപ്പിത് വജേരിയുടെ ബി മൈ പെർഫെക്റ്റ് എൻഡിങ്ങും, മറ്റേത് സുധീർ നാഗാർക്കറിന്റെ യു ആർ ദ പാസ്വേർഡ് ടു മൈ ലൈഫും. ഞാൻ വായിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. പിന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കുട്ടികൾക്കുള്ള ഒരു ചെറിയ കഥാപുസ്തകം. ഇത് AK അബ്ദുൽ മജീദ് എഴുതിയ ഇറാനിയൻ നാടോടി കഥകളാണ്. അതെ അതെ. പിന്നെ വർഗീസ് അങ്കമാലിയുടെ കോവിൽ കാളകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപുസ്തകം. വായിച്ചിട്ടില്ല. നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പഞ്ചതന്ത്ര, അതൊക്കെ പഴയ ബുക്കാണ്, ചെറുപ്പത്തിലെ വായിച്ചതാണ്. പിന്നെ സ്ത്രീ ചില ദൃഷ്ടാന്ത കഥകൾ എന്ന് പറഞ്ഞിട്ട് PK പാറക്കടവിന്റെ. വായിച്ചിട്ടില്ല. ഇതൊക്കെ പഴയ ബുക്കാണ്. പ്രകൃതിയുടെ ചായക്കൂട്ടുകൾ ആബിദ യൂസഫ് എന്ന് പറയുന്ന ഓഥർ എഴുതി. വായിച്ചിട്ടില്ല. K കവിതയുടെ ഒരു നോവൽ മാധവി എന്ന് പറയുന്നത്. വായിച്ചിട്ടില്ല. ഇത് KT മുഹമ്മദിന്റെ KTയുടെ കഥകൾ എന്ന് പറയുന്ന ബുക്ക്. വായിച്ചിട്ടില്ല. പൊടി പൊടി അടിച്ചു തുടങ്ങി. സുഗതകുമാരി അമ്മയുടെ കാവ് തീണ്ടല്ലേ എന്ന് പറയുന്ന കവിതയും അതിന്റെ മറ്റു കവിതകളുമാണ് ഈ പുസ്തകത്തില്. ഇത് NP നായർ എഴുതിയ ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്ന ബുക്ക്. നമ്മുടെ കാറ്റഗറി അല്ലാത്തതുകൊണ്ട് തന്നെ വായിച്ചിട്ടില്ല. പിന്നെ ഇത് ചെറിയ വലിയ ശാസ്ത്ര കൗതുകങ്ങൾ, കുട്ടികൾക്കായിട്ടുള്ള ബുക്കാണ്. ഇത് അബു ഇരിങ്ങാട്ടിരി എന്ന് പറയുന്ന ഓഥർ എഴുതിയ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുന്ന നോവലാണ്. വായിച്ചിട്ടില്ല. യൂസഫ് അലി കേച്ചേരിയുടെ അമൃതം എന്ന് പറയുന്ന പോയട്രി ബുക്കാണ്. ഇത് ഒരു എപ്പിസോഡിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞ ഒരു ബുക്കാണ്. ശ്രീ MP വീരേന്ദ്രകുമാർ സാറിന്റെ ഹൈമവധ ഭൂവിൽ എന്ന് പറയുന്ന ബുക്ക്. 2016 മൂർത്തിദേവി പുരസ്കാരം ഒക്കെ നേടിയ ട്രാവലോഗാണ്. സാറ് നടത്തിയ ഒരുപാട് യാത്രകളുടെ ഒരു സമാഹാരമാണ് ഈ ബുക്ക് എന്ന് പറയുന്നത്. മാധവിക്കുട്ടി അമ്മയുടെ വീണ്ടും ചില കഥകൾ. മാധവിക്കുട്ടി അമ്മയുടെ പുസ്തകങ്ങൾ ഇതൊന്നും അല്ല കേട്ടോ, അതൊക്കെ എന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഒരുപാട് എല്ലാ കളക്ഷൻസും മേടിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്നും പക്ഷെ ഇവിടെ അല്ല, അതൊക്കെ എന്റെ ഇല്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മാധവിക്കുട്ടി അമ്മ വരും. അതെ. ഇനി അടുത്തത് വർഗീസ് അങ്കമാലി എന്ന് പറയുന്ന ഓഥർ എഴുതിയ ചെങ്കടൽ മുതൽ ചാവുകടൽ വരെ എന്ന് പറയുന്ന ഒരു ട്രാവലോഗാണ്. വായിച്ചിട്ടില്ല.
പിന്നെ കുട്ടികൾക്കുള്ള പുസ്തകമാണ് ബുക്ക് പറഞ്ഞു ഞാൻ മരിച്ചു. അറിയില്ല എന്നെ കൊണ്ട്. ഇത് നീ കുട്ടികൾക്കുള്ള പുസ്തകമാണ്. പണ്ടൊരു കാലത്ത് എന്ന് പറഞ്ഞിട്ട് നേരത്തെ കാണിച്ച പോലത്തെ തന്നെ ഇലസ്ട്രേഷൻസ് ഒക്കെ വന്നിട്ടുള്ള പുസ്തകം. ഇത് നമ്മുടെ പ്ലാച്ചിമടയിലെ സമര നായിക മൈലമ്മയുടെ ആത്മകഥാഖ്യാനമാണ്. മൈലമ്മ ഒരു ജീവിതം എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ നീലഗിരിയില് തോടർ എന്ന് പറയുന്ന ഒരു വർഗം ആൾക്കാരുണ്ടെന്നാ പറയുന്നത്. അവരെ കുറിച്ചുള്ള കുട്ടികൾക്കുള്ള കഥകളാണിത്. ഒരെണ്ണം രമേശ് MR ആണ് നടത്തിയിരിക്കുന്നത്. മറ്റൊരെണ്ണം ERC ഡേവിഡ്. ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്, ഇത് ഞാൻ വായിച്ചിട്ടില്ല. ഇത് CS ചന്ദ്രിക എന്ന് പറയുന്ന ഓഥർ എഴുതിയ പിറ എന്ന് പറയുന്ന നോവലാണ്. വായിച്ചിട്ടില്ല. ഇത് C രാധാകൃഷ്ണന്റെ ലേഖനങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള എസ്സേസ് ആണ്. വായിച്ചിട്ടില്ല. ഇവാൻ തുർഗേനേവ് എഴുതിയ പ്രേമത്തെ പറ്റിയുള്ള 3 കഥകളാണിത്. ഒന്ന് ആസ്യ, മറ്റേത് ആദ്യ പ്രേമം, പിന്നെ വസന്ത പ്രവാഹങ്ങൾ എന്ന് പറഞ്ഞിട്ട് പഴയ ബുക്കാണ്. ഞാൻ കണ്ടിട്ടില്ല, ഇപ്പോഴാണ് കാണുന്നത്. ഇത് നമ്മുടെ കൊച്ചോസേപ്പ് ചിറ്റിലപ്പള്ളി സാറിന്റെ മെമ്മോയർ ആണ്. ഓർമ്മ കിളിവാതിൽ, സ്വന്തം ഗ്രാമത്തിന്റെ ഓർമ്മ ചിത്രങ്ങൾ എന്ന് പറയുന്നത്. ഇത് പിന്നെ ഞങ്ങളുടെ എപ്പിസോഡ്സിൽ ഞങ്ങൾ പരിചയപ്പെടുത്തിയ ബുക്കാണ്. ഒന്ന് ബെഡ് ടൈം സ്റ്റോറീസ്, പിന്നെ റഷ്യൻ ഫേബിൾസ് ആൻഡ് ജോൺ ഓഫ് ആർക്ക്. ഇത് വിനയൻ എന്ന് പറയുന്ന ഒരു ഓഥർ എഴുതി ഒടുവിൽ ഓർമ്മ തെറ്റ് പോലെ എന്ന് പറയുന്ന ഒരു ഫിക്ഷൻ കാറ്റഗറിയിൽ വരുന്ന നോവലാണ്. NV ഗോഗോറിന്റെ സെന്റ് പീറ്റേഴ്സ്ബർഗിന്റെ കഥകൾ. ഇഷ്ടംപോലെ കഥ ബുക്ക് ഉണ്ട്. ഇത് ലെവിൻ ഡി ബൗറിംഗ് എഴുതിയ ടിപ്പു സുൽത്താൻ ആൻഡ് മൈസൂർ എ പൊളിറ്റിക്കൽ ബയോഗ്രഫി ത്രൂ ദ ഐസ് ഓഫ് ബ്രിട്ടീഷ് എന്ന് പറയുന്ന ഒരു ബുക്കാണ്. പിന്നെ പി വത്സലയുടെ ഒരു കഥപുസ്തകം 98 തുടർച്ച. ഇതൊരു സെൽഫ് ഹെൽപ്പ് ബുക്ക് ഉണ്ട് ഇംഗ്ലീഷിൽ. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന ബുക്കിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ആണ്. റോബർട്ട് ടി ക്യോസക്കി, ഷാരോൺ എൽ ലെച്സ്റ്റർ എഴുതിയ ബുക്കാണ്. സുദീപ് നഗാർഖാറിന്റെ ഓൾ റൈറ്റ്സ് റിസർവ്ഡ് ഞാൻ വായിച്ചിട്ടില്ല. ബിക്കോസ് ഇന്ത്യയിലെ ചില ഓതേഴ്സ് എനിക്ക് അത്ര താല്പര്യമില്ല. ഇത് ടി പത്മനാഭൻ എന്ന് പറയുന്ന ഓഥർ എഴുതിയ കടൽ എന്ന് പറയുന്ന ഒരു ബുക്കാണ്. വായിച്ചിട്ടില്ല. Ancient Chinese Fables ഞാൻ വായിച്ചിട്ടുണ്ട്. It's interesting. Again ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാം. സൈലന്റ് സ്ക്രീംസ് എ വില്ലേജ് ക്രോണിക്കിൾ ബൈ OK ജോണി. അത് ജോണി ചാച്ചന്റെ ഒരു ഡോക്യുമെന്ററി ഉണ്ട്. അതിന്റെ ഒരു ട്രാൻസ്ലേഷൻ ആണ്. മിസ്സിസ് അനിത മേനൻ എന്ന് പറയുന്ന ലേഡി ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് സൈലന്റ് സ്ക്രീംസ്. ആക്ച്വലി ഇത് ജോണി ചാച്ചന്റെ ഒരു അവാർഡ് വിന്നിംഗ് ഡോക്യുമെന്ററി ആണ് സൈലന്റ് സ്ക്രീംസ് എ വില്ലേജ് ക്രോണിക്കിൾ എന്ന് പറയുന്നത്. സുമംഗലാമ്മേനെ നമുക്ക് എല്ലാവർക്കും അറിയാം. പിള്ളേർക്കുള്ള കഥകൾ എഴുതുന്ന ആളാണ് സുമംഗലാമ്മ. അപ്പോൾ സുമംഗലാമ്മയുടെ ഒരു കഥാപുസ്തകമാണിത്. കഥ പൈങ്കിളി എന്ന് പറഞ്ഞിട്ട്. നമ്മളെപ്പോഴും നമ്മൾ പറയാറുണ്ട് ബംഗാളിൽ നിന്നാണ് നമ്മുടെ മലയാളത്തിലേക്കുള്ള കുറേ നല്ല സാഹിത്യ രചനകൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബംഗാളി ചെറുകഥകളാണ് ഡൗൺ ഡൽഹി എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഇതിലെ ഒരു കോയിൻസിഡൻസ് എന്താന്ന് വെച്ചാൽ ഇതിന്റെ കവർ ഫോട്ടോഗ്രാഫ് ചെയ്തിരിക്കുന്നത് OK ജോണിയാണ്. കവർ ഫോട്ടോഗ്രാഫ് ബൈ OK ജോണി. പിന്നെ ഇത് കുട്ടികൾക്കുള്ള ഒരു പുസ്തകമാണ്. നമ്മുടെ നദികളുടെ കഥ എന്ന് പറഞ്ഞിട്ട് ലീല മജുംദാറാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ സുഭാഷ് ചന്ദ്രബോസ്, നേതാജി, ശശികുമാർ ബോസ് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം. ഇത് കുട്ടികൾക്കുള്ള ബുക്ക് തന്നെയാണ്. മുഹമ്മദ് രമണൻ എഴുതിയ പുസ്തകം വളർത്തിയ കുട്ടി. വായിച്ചിട്ടില്ല. വീണ്ടും ഒരു ട്രാവലോഗ് നമ്മുടെ SK പൊറ്റക്കാടിന്റെ പാതിരാ സൂര്യന്റെ നാട്ടിൽ. ഇത് ആഫ്രിക്കയാണ്. ബിക്കോസ് ഞങ്ങൾക്ക് പണ്ട് പഠിക്കാറുണ്ടായിരുന്നു. ഇത് എന്റെ ചേച്ചി കോളേജിൽ പഠിച്ച ബുക്കാണ്. പിന്നെ ഇത് ദ ലിവിങ് ആൻഡ് ദ ഡെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓൾഡ് നോവലാണ്. ആൻഡ് ഐ എം സോറി, ഓതറിന്റെ പേര് കുറച്ച് കെട്ടി, എനിക്ക് വായിക്കുന്നില്ല. ഞങ്ങൾ പുസ്തകം വായിച്ചിട്ടില്ല. അതെ, ഇത് ചന്ദ്രഹാസൻ എന്ന് പറയുന്ന ഒരു ഓഥർ എഴുതിയ സർഗ സൃഷ്ടിയുടെ മൗലിക ഭാവങ്ങൾ എന്ന് പറഞ്ഞ ബുക്കാണ്. ഇത് കാറ്റഗറി ആണെന്ന് എനിക്കറിയില്ല, സോ ഞാൻ പറയുന്നില്ല. നെക്സ്റ്റ് നമ്മുടെ ലെനിൻ രാജേന്ദ്രൻ സാർ എഴുതിയ വേനൽ എന്ന് പറയുന്ന സ്ക്രീൻ പ്ലേ ആണിത്. ആലിസിന്റെ അത്ഭുത ലോകം. ഇത് മാടമ്പ് കുഞ്ഞുകുട്ടൻ എഴുതിയ ഓം ശാന്തി 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 എന്ന് പറയുന്നത് നോവലാണ്. വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് ബബ്ബ അടിക്കുകയാണ്. ഇതിനി മൊപ്പാസാങ്. ഇതൊരു നോൺ ഫിക്ഷൻ ആണ്. സോ മേ ബി ഇറ്റ്സ് എ ട്രാവലോഗ് ആണ്. ഇതൊരു ട്രാൻസ്ലേറ്റഡ് ബുക്കുമാണ്. അലഞ്ഞു തിരിഞ്ഞൊരു ജീവിതം.
വായിച്ചിട്ടില്ല കേട്ടോ. ഇത് സുജാത രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ഈറ്റക്കാടിന്റെ മക്കൾ എന്ന് പറയുന്നത് നോവൽ പരമ്പരയാണ്. വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് അറിയില്ല. ലളിത ലെനിൻ എഴുതിയ പുതിയ വായന. ഇറ്റ് കുഡ് ബി സംതിങ്, അറിയില്ല. ഇത് നമ്മുടെ സുഗതകുമാരി അമ്മ എഴുതിയ അമ്പലമണി എന്ന് പറയുന്ന ബുക്കാണ്. ഇതിനെ കുറിച്ചൊന്നും കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ലാത്ത പുസ്തകങ്ങളാണല്ലോ. അതെ. ഇത് നെക്സ്റ്റ് ഒരു ട്രാവലോഗ് ആണ്. ശ്രീ രവീന്ദ്രനാഥ് ടാഗോർ നടത്തിയ യൂറോപ്പ് യാത്ര. ആൻഡ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ലീല സർക്കാർ എന്ന് പറയുന്ന ഓഥറാണ്. കാവ്യമാധവന്റെ പഴയ ലൈഫ് ബയോഗ്രഫിയാണ്. സോറി, ഇത് കാവ്യമാധവന്റെ പഴയ മെമ്മോയൽസ് ആണ്, പണ്ട് എഴുതിയതാണിത്. താല്പര്യമുള്ളവർക്ക് മേടിച്ച് വാങ്ങിക്കാം. ഇത് നമ്മുടെ KPC ലളിതാമ്മയുടെ ഓട്ടോബയോഗ്രഫിയാണ്. വായിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് എന്തൊക്കെ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് അറിയില്ല. ഇതിന് ജാക്ക് ലണ്ടന്റെ ദ കോൾ ഓഫ് ദ വൈൽഡ് എന്ന് പറയുന്ന ബുക്കിന്റെ ട്രാൻസ്ലേഷൻ ആണ്. CB ബാലകൃഷ്ണന്റെ സുഗന്ധ സസ്യങ്ങൾക്കിടയിലൂടെ എന്ന് പറയുന്ന ഒരു എസ്സേ ആണിത്. ഇത് പിന്നെ നമുക്ക് പറയണ്ടല്ലോ, ലിയോ ടോൾസ്റ്റോയുടെ അന്നാ കരീനിന. ഇത് ഷോർട്ട് വേർഷൻ ആട്ടോ. ഇത് ആ ഒറിജിനൽ ബുക്കിന്റെ ഒരു 35% ഇതിനകത്തുള്ളൂ കേട്ടോ. അതായത് അതിന്റെ പ്ലോട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ദേവകി നിലയങ്കോട്ട് എന്ന അമ്മയുടെ ബുക്കാണ്. വാതിൽ പുറപ്പാട് എന്ന് പറഞ്ഞിട്ട് വായിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബത്തേരിക്കാരൻ ആയ ഒരു ഓഥറാണ്. ഭാസ്കരൻ ബത്തേരി എന്ന് പറയുന്ന ഒരു ഓഥറിന്റെ യാത്രാക്കുറിപ്പുകളാണ്. ഭൂമധ്യരേഖയും കടന്ന്. വായിച്ചിട്ടില്ല. ഇത് നമ്മുടെ KP കേശവമേനോന്റെ പ്രഭാത ദീപം മാതൃഭൂമി ബാലസാഹിത്യമാലയുടെ പ്രസിദ്ധീകരണമാണ്. ഇതൊരു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ആണ്. ഇതൊരു പഴയ ബുക്കാണ്. ഇത് എന്താണെന്ന് എനിക്കറിയില്ല. ക്യൂൻ ഫിഷ് ദ സ്റ്റോറി ഇൻ 2 parts and 12 episodes. അപ്പോൾ ഇറ്റ്സ് എ സ്റ്റോറി ആൻഡ് പഴയ ബുക്കാണ്. ഇത് ഡോക്ടർ S ശാന്തകുമാർ എഴുതിയ മുന്നേറ്റത്തിന്റെ പടവുകൾ എന്ന് പറഞ്ഞൊരു സ്റ്റഡി ബേസ്ഡ് ബുക്കാണ്. ആൻഡ് ഇതിന്റെ കവർ ഫോട്ടോഗ്രാഫി ഓക്കെ ജോണി ആണ്. അതിങ്ങോട്ട് വെച്ചു, ആ സെക്ഷൻ ഇങ്ങോട്ട് വെച്ചു. ഇത് നമ്മള് ഒഴിവാക്കിയ പുസ്തകങ്ങളാണ്. അതിന്റെ ഇടയ്ക്ക് മാതൃഭൂമി എന്താ സെക്കൻഡ് അതൊന്നും വേണ്ട. ഇതാണ് ഞങ്ങളുടെ പേഴ്സണൽ ബുക്ക് കളക്ഷൻസ്. ആക്ച്വലി ഇത് ഇതിന്റെ ഹാഫ് പോർഷൻ ആയിട്ടേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് കുറച്ച് ചേട്ടന്റെ കയ്യിലാണ്, പിന്നെ കുറച്ച് ഫ്രണ്ട്സ് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ എത്ര ബുക്സ് ഞങ്ങൾ വായിച്ചിട്ടില്ല. ഞങ്ങള് വായിക്കാറുണ്ടെങ്കിലും എല്ലാ ബുക്സും ഞങ്ങള് വായിച്ചിട്ടുള്ളൂ. പലപോലെ കിടക്കാണ്. സോ ഇത് മുഴുവൻ വായിച്ചു തീർക്കണം, അതൊരു ആഗ്രഹമാണ്. പറ്റട്ടെ. സോ ഇത്രയും പറഞ്ഞിരുന്നത് തൽക്കാലത്തേക്ക് ഞാൻ വായിക്കാൻ എടുത്തിരിക്കുന്ന ഇത്രയും ബുക്സ് ആണ്. 5-6 ബുക്ക്, 1, 2, 3, 4, 5, 6, 7 ബുക്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇതൊക്കെ എപ്പോ വായിച്ചു തരുന്ന ഞങ്ങൾക്കും അറിയത്തില്ല. കാരണം ഇപ്പൊ വായിക്കാത്ത ബുക്സ് കുറെ ഉണ്ടെങ്കിലും ചില സമയത്ത് നമ്മൾ ബുക്ക് എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ പണ്ട് വായിച്ചു കഴിഞ്ഞ ചില നോവൽസും സ്റ്റോറീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് പിന്നെ ഒന്നുകൂടെ വായിക്കാം. നമ്മുടെ മൂഡ് അനുസരിച്ച്, ആ കറണ്ട് മൂഡ് അനുസരിച്ച്. ഇപ്പൊ യാത്രയൊക്കെ ചെയ്യാൻ തോന്നുന്ന സമയമാണെങ്കിൽ നമ്മൾ ചിലപ്പം ആ തരത്തിലുള്ള ഒരു കഥ അല്ലെങ്കിൽ നോവലൊക്കെ എടുത്ത് വായിക്കും. അങ്ങനെ ചിലർ മിസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള കഥകളൊക്കെ നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വായിക്കും. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുന്നതുകൊണ്ടാണ് ഇതിൽ പല ബുക്സും വായിക്കാൻ സമയം കിട്ടാതിരുന്നത്. പക്ഷെ വായിക്കുന്നുള്ളത് ഉറപ്പാണ്. ഇഷ്ടം പോലെ സമയം കിടക്കില്ലേ, സമയമുണ്ട്, ഇഷ്ടംപോലെ ബുക്സും ഉണ്ട്. വായിക്കാനാണെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. എത്ര വായിച്ചാലും മതിയാവില്ല. രണ്ടാക്കും പരസ്പരം എപ്പോഴും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ, ഇപ്പൊ ഏതാ വായിക്കുന്നത്. ഇതാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ടെക്സ്റ്റ് ചെയ്യുമ്പോൾ ചോദിക്കാൻ, ഇപ്പൊ ഏതാ വായിക്കുന്നത്, ഇപ്പൊ ഏതാ ചിന്നൂസ് വായിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ കോമൺ ക്വസ്റ്റ്യൻ. അപ്പൊ എല്ലാരും ഞങ്ങളുടെ ബുക്സിനെ പരിചയപ്പെട്ടല്ലോ അല്ലെ. ഹാഫ് പോർഷനേ ആയിട്ടുള്ളൂ എങ്കിൽ കൂടി എല്ലാ ജോണറിലും വരുന്നതും ഉണ്ട്. സെൽഫ് ഹെൽപ്പ് ആയാലും, ട്രാവലോഗ്സ് ആയാലും, നോവൽസ് ആയാലും, സ്ക്രീൻ പ്ലേസ് ആയാലും, പോയംസ് ആയാലും എല്ലാം തന്നെ ഞങ്ങളുടെ ചുറ്റിനും ഇരിക്കുന്നുണ്ട്. ഇതിലെ ഒരു വളരെ കുറച്ച് പെർസെന്റേജ് മാത്രമാണ് ഞങ്ങൾ വായിച്ചിട്ടുള്ളത്. വാട്ട് എവർ, ഇത് മുഴുവൻ ഞങ്ങൾ വായിച്ചിരിക്കും. അത് ഞങ്ങളുടെ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ തന്നെയാണ്.
അപ്പോൾ ഞങ്ങളുടെ പേഴ്സണൽ കളക്ഷൻ, ഞങ്ങളുടെ ഹോം ലൈബ്രറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അതെ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡുമായി ഉടനെ കാണാം. ഓക്കെ, താങ്ക് യു, Bye. ബൈ.